രുചിയുടെയും വർണ്ണപ്പൊലിമയുടെയും പിന്നാലെ പായുന്ന മലയാളിക്ക് ഒരു വലിയ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് UAE ഭരണകൂടം. പ്രവാസ ലോകത്തെ ഭക്ഷണപ്രേമികൾക്ക് പ്രിയപ്പെട്ട പല വിഭവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന മാരകമായ ട്രാൻസ് ഫാറ്റുകൾക്ക് രാജ്യത്ത് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. നാഷണൽ ഹെൽത്തി ന്യൂട്രീഷൻ സ്ട്രാറ്റജി 2031 ഭാഗമായി നടപ്പിലാക്കുന്ന ഈ നിയമം വെറും ഒരു നിയന്ത്രണമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. നാം നിത്യവും കഴിക്കുന്ന ബിസ്ക്കറ്റിലും കേക്കിലും ഫ്രഞ്ച് ഫ്രൈസിലുമൊക്കെ മരണത്തിന്റെ വിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഇത്ര ഭീതിയോടുകൂടി കാണുന്നത്? UAEയിലെ പുതിയ നിയമങ്ങൾ നിങ്ങളുടെ തീൻമേശയെ എങ്ങനെ ബാധിക്കുമെന്നും ലേബലുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. UAEയിൽ ഭക്ഷണത്തിലുള്ള മാരകമായ ട്രാൻസ് ഫാറ്റ് പൂർണ്ണമായും നിരോധിച്ചു. ബിസ്ക്കറ്റ്, കേക്ക്, ഫ്രഞ്ച് ഫ്രൈസ്, പോപ്കോൺ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ ട്രാൻസ് ഫാറ്റ് ആണ് UAE ഭരണകൂടം പൂർണ്ണമായും നിരോധിച്ചത്. നാഷണൽ ഹെൽത്തി ന്യൂട്രീഷൻ സ്ട്രാറ്റജി 2031 ഭാഗമായിട്ടാണ് ഈ തീരുമാനം. ദ്രാവക രൂപത്തിലുള്ള സസ്യ എണ്ണകളെ ഹൈഡ്രജൻ ചേർത്ത് കട്ടിയുള്ളതാക്കി മാറ്റുന്നതിലൂടെയാണ് ഇവ ഉണ്ടാക്കുന്നത്. ഇതിന് ഹൈഡ്രോജനേറ്റഡ് ഓയിലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇത് ഭക്ഷണത്തിന്റെ രുചി കൂട്ടാനും അതുപോലെ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാനും ചെലവ് കുറയ്ക്കാനും വേണ്ടിയാണ് മിക്ക കമ്പനികളും ഉപയോഗിക്കുന്നത്. എന്നാൽ രുചിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം 3 ലക്ഷത്തോളം പേരുടെ മരണത്തിന് കാരണമാകുന്നത് ഈ ട്രാൻസ് ഫാറ്റ് ആണ്. ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുന്ന നല്ല കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാകുമ്പോൾ ഇത് രക്തക്കുഴലുകളിൽ വീക്കം ഉണ്ടാക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം, ടൈപ്പ് 2 പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത ഇരട്ടിപ്പിക്കുകയും ചെയ്യും. ഈ അപകടം തിരിച്ചറിഞ്ഞാണ് UAE നിലവിൽ കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ബിസ്ക്കറ്റുകൾ, കേക്കുകൾ, വറുത്ത ചിപ്സ്, പാക്കറ്റിൽ വരുന്ന പോപ്കോൺ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇത് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതിനാൽ ഇനി മുതൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ലേബൽ കൃത്യമായി പരിശോധിക്കണം. കൂടാതെ 0% ട്രാൻസ് ഫാറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ചേരുവകളുടെ പട്ടികയിൽ പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് ഓയിൽ എന്ന് കണ്ടാൽ അത് നിർബന്ധമായും ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഈ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. നിയമം പാലിക്കാത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കാനും വലിയ തുക പിഴ ഈടാക്കാനും ഒക്കെയാണ് നിലവിലെ തീരുമാനം. പകരം സൂര്യകാന്തി എണ്ണയോ അല്ലെങ്കിൽ ആരോഗ്യകരമായ മറ്റുള്ള എണ്ണകളോ ഒക്കെ ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ട്. ഭരണകൂടം നിയമങ്ങൾ കർശനമാക്കുമ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാർ നമ്മളാണെന്ന് സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. രുചിയേക്കാൾ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ഭക്ഷണ സംസ്കാരം പ്രവാസികൾക്കിടയിൽ വളർന്നു വരണം. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ആകർഷകമായ പാക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പിന്നിലെ ചേരുവകൾ വായിച്ചു നോക്കാൻ സമയം കണ്ടെത്തണം. UAE കൈക്കൊണ്ട ഈ മാതൃകാപരമായ തീരുമാനം നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ട്രാൻസ് ഫാറ്റ് ഇല്ലാതെ ഭക്ഷണം ശീലമാക്കുന്നതിലൂടെ പ്രമേഹവും ഹൃദ്രോഗവും പോലുള്ള വില്ലന്മാരെ നമുക്ക് പടിക്ക് പുറത്തു നിർത്താം. ജാഗ്രതയോടെയുള്ള ഭക്ഷണശീലം ഒരു മികച്ച നിക്ഷേപമായി കണ്ട് ആരോഗ്യകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും.